സുഹൃത്തുക്കളെ, ഈ ജസ്ന എന്ന് പറയുന്ന ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ മനുഷ്യജീവി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവര് കൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ വരച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ സുഡാപ്പികൾ പറയുന്നത് സംഘികൾ എന്തോ പണി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ സുഡാപ്പികളുടെ മെയിൻ പരിപാടി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്നെയും ഏതെങ്കിലും ഒരു സംഖ്യ വന്ന് കൊന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക വൃത്തികെട്ട ഒരു മാനസിക രോഗത്തിന്റെ ഉടമകളാണ് ചില പ്രത്യേക ജീവികൾ. അപ്പോൾ ജസ്നയുടെ കാര്യത്തിൽ നമ്മൾ ആൾക്കൂട്ട കൊലപാതകങ്ങളെ, അതിപ്പോൾ UP-യിലായാലും സംഘികൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എതിർക്കുന്നു. അതേപോലെ കേരളത്തിൽ ഇപ്പം എന്തോ ചില പ്രശ്നങ്ങളൊക്കെ കേസൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് കോടതിയാണ്. അപ്പം ഇനി കോടതിയിൽ ഒരാൾ പ്രതി ആയാൽ തന്നെ അയാളുടെ ശിക്ഷ കഴിഞ്ഞാൽ, കോടതി ഒരാളെ പുറത്തു വിടുന്നുണ്ടെങ്കിൽ തന്നെ അതെന്തുകൊണ്ടാണ് അയാൾ അത് കോടതി അനുവദിച്ച, അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുവദിച്ച, അല്ലെങ്കിൽ നമ്മൾ അനുവദിച്ച ഒരു ഇതാണ്. അപ്പോൾ അവർ പ്രതിയായി കഴിഞ്ഞാൽ അതിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കോടതിയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ്, നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതല്ല. അപ്പോൾ ഈ ആൾക്കൂട്ട ബഹിഷ്കരണം, ഇവർക്ക് നേരെ നടത്തുന്ന കൊലവിളികൾ, ഇവരെ നേരെ നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങൾ, ഇവരുടെ വീഴ്ചകൾ ആഘോഷിക്കുന്ന സുഡാപ്പി, മുസ്ലിം മതഭ്രാന്തർ, ഇസ്ലാം മതഭ്രാന്തർ, അപ്പോൾ അവരിൽ നിന്നൊക്കെ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വ്യാപകമായിട്ട് ഇരിക്കുമ്പോൾ ജസ്നക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ, അവരോട് നല്ലൊരു ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയാൻ. അതിപ്പോൾ ജസ്ന ആരാണ്? ജസ്ന നല്ലവളാണോ? ജസ്ന മദർ തെരേസയാണോ? അല്ലെങ്കിൽ ജസ്ന മഹാത്മാഗാന്ധിയാണെന്നൊന്നും നോക്കിയിട്ടല്ല. ജസ്ന എന്ന മനുഷ്യ സ്ത്രീക്ക് ഒരു ജീവൻ എന്ന നിലയിൽ, നമ്മുടെ ഒരു സഹജീവി എന്ന നിലയിൽ ജസ്നക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് പിന്നിൽ എന്തായാലും നമ്മൾ ചരിത്രമോ വർത്തമാനമോ ഒന്നും അന്വേഷിക്കുന്നില്ല. കാരണം ഒരു സമൂഹം മൊത്തം കല്ലെറിയുമ്പോൾ, ഒരാളെ കല്ലെറിയുമ്പോൾ അത് ഇവിടെ നിയമവിരുദ്ധമാണത്. അങ്ങനെ ഒരാളെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആൾക്കൂട്ട കൊലപാതകങ്ങളും ലിഞ്ചിങ്ങും മോബ് ലിഞ്ചും ഒക്കെ വളരെ നിയമപരമായിട്ട് തന്നെ അത് ക്രിമിനൽ കുറ്റമാണത്. അപ്പം അതിനെതിരെ പ്രതികരിക്കേണ്ടതും അവരുടെ കൂടെ നിൽക്കേണ്ടതും നമ്മുടെ കടമയാണ്. അത് മാനസികമായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, നിയമപരമായിട്ട് ശിക്ഷിച്ചോട്ടെ, അങ്ങനെ നിയമപരമായിട്ട് നീങ്ങുക. ഇപ്പോൾ ഇതിന് കാരണം ഇവരിപ്പോൾ ആത്മഹത്യ, ഇങ്ങനെ ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ, ഒരു എൻ്റർടൈൻമെൻറ്റിനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിക്കാനൊന്നും ഒരാൾ സ്വയം ജീവിതം അവസാനിപ്പിക്കില്ല. അത്രയ്ക്ക് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും അവരുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാനും അവരുടെ കൈപിടിച്ച് നടത്താനും നമ്മൾ ശ്രമിക്കണം. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറ്റാവുന്ന സഹായം, സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ള ഏത് രീതിയിലുള്ള സഹായം നിങ്ങൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിലൊക്കെ വന്നിട്ട് പറഞ്ഞാൽ എനിക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഇതിന് എന്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നു പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കാരണം ഇവരുടെ വീഴ്ചകൾ മതഭീകരവാദികൾ ആഘോഷിക്കും. അപ്പോൾ അത് നമ്മളെ സമൂഹത്തെ ഒരുപാട് പിറകിലോട്ട് നയിക്കും. മതതീവ്രവാദം വീണ്ടും കൂടും എന്നുള്ളത് ഒന്ന്. രണ്ട്, ഒരു മനുഷ്യജീവി, അതാണ് ഏറ്റവും മുഖ്യം. മനുഷ്യജീവി എന്ന നിലയിൽ ആരുമില്ലാത്തവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല, ഞാൻ ദൈവത്തെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആരുമില്ലാത്തവരുടെ കൂടെ നിൽക്കുന്നവനാണ് ദൈവം. അങ്ങനെ നമ്മൾ ദൈവമായി മാറണം. കോഴിക്കോട്ട് അങ്ങനെ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവമായിട്ട് മാറുക. അപ്പോൾ ശരി.